കൂർക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പച്ചക്കറി കടയിൽ എപ്പോഴും നിറയെ കൂർക്ക കാണാം. പക്ഷെ ഞാൻ എപ്പോഴും അത് വാങ്ങാൻ മടിക്കും. നല്ല ഇഷ്ടമാണ് കൂർക്ക ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് വൃത്തിയാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അത് എപ്പോഴും ഒഴിവാക്കലാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു പുതിയ ഐഡിയ പഠിച്ചു. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ട്രൈ ചെയ്തപ്പോൾ അത് വളരെ സക്സസ്സായി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീനായിട്ട് എനിക്ക് കൂർക്കയുടെ തൊലി മുഴുവൻ കളയാൻ പറ്റി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കൂർക്ക വാങ്ങിയിട്ടുണ്ട്. ഒരു 1/2 കിലോ കൂർക്കയെ വാങ്ങിയിട്ടുള്ളൂ. അത് ഏതായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അത് ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ മണ്ണ് മുഴുവൻ പോകണം. എന്നിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ മണ്ണൊക്കെ മുഴുവൻ പോകുന്നത് വരെ നമ്മൾ വൃത്തിയായി കഴുകിയ ശേഷം അതിൽ വെള്ളം ഒഴിച്ചിടണം. ഒരു 10 മിനിറ്റ് അതങ്ങനെ കടന്നിട്ട് കുതിരട്ടെ, തോലൊന്ന് കുതിരട്ടെ. ഇതിപ്പോൾ നിങ്ങൾ പല രീതിയിലും കൂർക്കയുടെ തൊലി കളയാറുണ്ടാവും. ചിലവർ, എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്ന ഒരു ചാക്കിൽ കെട്ടിയിട്ട് നിലത്ത് ഇങ്ങനെ തല്ലിയിട്ടായിരുന്നു ഇത് കളഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ തല്ലുമ്പോഴൊക്കെ അത് ഞാൻ ചെയ്യുമ്പോൾ കേട്ടോ അത് പൊടിഞ്ഞു പോകും. പിന്നെ ചിലവർ ചെയ്യുന്നത് നിലത്തിട്ടിട്ട് ഉരക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴും മുഴുവനായിട്ടൊന്നും തോല് പോവാറില്ല. സൈഡിലൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡാകുമ്പോൾ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഡപ്പയാണ്. ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ള ഇതില്ലേ, പിന്നെ കൂർക്ക വെള്ളമൊക്കെ കളഞ്ഞ് കൂർക്ക മാത്രം എടുത്തിട്ട് ഈ ഡപ്പയിലേക്ക് ഇടുക. എന്നിട്ട് ഡപ്പ ഫുള്ളാവരുത്, പകുതിയോളേ പാടുള്ളൂ. അപ്പോൾ പകുതിയോളം ഇട്ട ശേഷം, ഇതിപ്പോൾ വലിയ കൂർക്ക ആയതും കൊണ്ട് എനിക്ക് കുറച്ചിട്ടപ്പോഴേക്കിനെ നിറഞ്ഞു. അപ്പോൾ പകുതിയോളം എടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിടണം. കല്ലുപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കല്ലുപ്പ് ഞാൻ ഇടാറുള്ളൂ. പക്ഷെ ഞാൻ ആ കണ്ട വീഡിയോയിൽ പൊടിയുപ്പാണ് ഇട്ടത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പൊടിയുപ്പിനേക്കാളും ഒന്നും കൂടി നന്നാവുക കല്ലുപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. അതൊരു 1-2 പിടി കല്ലുപ്പിടാം. എന്നിട്ട് ശക്തിയായിട്ട് കുലുക്കുക. ടൈറ്റായിട്ട് അടച്ചിരിക്കണം. അതിന് മുമ്പ് നമ്മൾ ഡപ്പ നന്നായിട്ട് അടച്ചിട്ട് ശക്തിയായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും കുലുക്കണം. പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല, കുറച്ച് നേരം ഒന്നിങ്ങോട്ട് കുലുക്കണം. കുലുക്കി കഴിയുമ്പോൾ അതിൻ്റെ തോല് മുഴുവൻ കളഞ്ഞിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈസിയാണ് ഇത് ഇങ്ങനെ കുലുക്കുക. ഞാൻ ഈ ചെയ്യുന്ന പോലെ ശക്തിയിൽ കുറച്ച് നേരം കുലുക്കണം. എന്നിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഒരു കൂർക്കയുടെ സ്ഥിതി കാണിച്ചു തരാം ഞാൻ. മുഴുവൻ പോയിരുന്നു. അതൊന്ന് കഴുകിക്കഴിഞ്ഞാൽ ശരിക്കും ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഉപ്പ് ഞാൻ ഇനിയും ബാക്കി കുറച്ചും കൂടി കൂർക്കരിക്കുന്നുണ്ടല്ലോ അതിലേക്ക് ഇടാൻ വേണ്ടി എടുക്കുകയാണ്. ഇത് തികയില്ല, കുറച്ചും കൂടി ഇടേണ്ടി വരും. അപ്പോൾ ഒന്ന് കഴുകി കാണിച്ചു തരാം ഞാൻ. ഇതിൽ തോല് ബാക്കി വന്നത് ഏതാണെന്നറിയാം, ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം കുറച്ച് ഉണ്ട്. അവിടെയും ഇവിടെയും കുറച്ച് ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഏതായാലും ഇനി പീസാക്കുമ്പോൾ അതൊന്നും അങ്ങോട്ട് ചിരണ്ടി കളഞ്ഞാൽ മതി. നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടു, കറയണ ഇതിൽ കാണണം കേട്ടോ, ചളി പിന്നെ തോലല്ല. ഇതൊക്കെ എന്താ പറയുക, ഇത് ഒരു കേടുണ്ട് കൂർക്കയിൽ, കുറേശ്ശെ എന്തോ ഒരു കേടുണ്ട്, അതാണത്. പിന്നെ വേരിയിരിക്കുന്ന ഭാഗമുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു.